ഹലോ ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ദേഷ്യത്തോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ കേട്ടോ. ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പുറത്ത് അച്ഛനും അമ്മയും നിൽക്കുന്നത് കാണുമ്പോൾ സച്ചി ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും കേട്ടോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുമ്പോൾ എന്താ സച്ചി നീ എവിടേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഓട്ടത്തിന് പോകുകയാണെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെയല്ലേ നീ വന്നുള്ളൂ, ഇപ്പം തന്നെയാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓട്ടം കിട്ടിയുള്ളൂ, ഞാൻ പോകണം, ഇവിടെ നിൽക്കുന്നതിനേക്കാളും ഭേദം പുറത്തേക്ക് പോകുന്നതാണെന്ന് രേവതിനെ നോക്കിയിട്ട് പറയും കേട്ടോ. അങ്ങനെ സച്ചി പോകും. സച്ചി പോയതിന് ശേഷം രേവതിനോട് അച്ഛൻ ചോദിക്കുകയാണ് എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അച്ഛ അമ്മ കൊടുത്ത മാല പണയം വെച്ചിട്ട് കള്ള് കുടിച്ചു, അന്ന് പാർട്ടി നടത്തിയത് ആ പണയം വെച്ചിട്ട് ആ കിട്ടിയ കാശ് കൊണ്ടാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സച്ചി അങ്ങനെ ഒരിക്കലും ചെയ്യൂല മോളെ, പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരിക്കലും അത് കള്ള് കുടിക്കൂല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ രേവതി പറയുന്നുണ്ട് ഇല്ല അച്ഛ, അത് പണം വെച്ച് കള്ളു കുടിച്ച് തന്നെയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ചന്ദ്രമതി പറയുന്നുണ്ട് രവീന്ദ്രനോട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്നെ വരുമെന്ന് എനിക്കറിയാം, കാരണം ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് ഇപ്പോൾ സ്വർണം വരെ വിറ്റ് കള്ളു കുടിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി, ഇവള് വന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ രവീന്ദ്രൻ ചോദിക്കുകയാണ് രേവതിനോട് വന്നില്ല, സച്ചി വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ വന്നിട്ടില്ല, ഇന്നലെ രാത്രി വന്നില്ല, മോള് വിളിച്ച് നോക്കിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പുറത്ത് കാറിൽ കിടന്നിട്ട് സച്ചി ഉറങ്ങുന്നത് കാണുന്നത്. അപ്പോൾ സച്ചിനെ തട്ടി വിളിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിനോട് പറയുന്നുണ്ട് ഈ മാലയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ മാല മേടിച്ച് കഴുതിലിട്ടിട്ടുണ്ടെങ്കിൽ അത് പണയം വെക്കുമ്പോൾ അയാളോട് ചോദിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാനുണ്ട്. അതച്ചാൽ അത് എനിക്ക് അവർ തന്നതല്ലേ, അപ്പോൾ അതെൻ്റെ സ്വന്തം അല്ലേ എന്ന് പറയുമ്പോൾ എന്നാൽ അവളുടെ വീട്ടിൽ നിന്ന് ഇട്ട് തന്നതല്ലേ, ഭാര്യ വീട്ടിൽ നിന്ന് ഇട്ട് തന്ന മാല പണയം വെക്കുമ്പോൾ അവളോടും കൂടി ഒരു അനുവാദം ചോദിക്കേണ്ടതെന്നൊക്കെ പറയട്ടെ. ഇതൊക്കെ കേട്ട് രേവതി വരികയാണ്. തന്നിട്ട് പറയുന്നുണ്ട് വീണ്ടും രേവതി കള്ളു കുടിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. അത് വിറ്റ് കള്ളു കുടിക്കുമ്പോൾ ഒരു വാക്ക് എന്നോട് പറയേണ്ടതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ കുറേ നേരമായല്ലോ എൻ്റെ മാല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അത് നിൻ്റെ മാലയാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ കാശ് കൊണ്ടല്ല അത് വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ രേവതിക്ക് അത് ഭയങ്കരമായിട്ട് വിഷമമാവാണ്ടാണ്. രവീന്ദ്രൻ പിടിച്ച് വലിച്ച് സച്ചിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സച്ചി തല്ലാനൊക്കെ കയ്യോ എന്നൊക്കെ ഉണ്ട് കേട്ടോ രേവതിനെ. അപ്പോൾ അത്രയൊക്കെയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. നാളത്തെ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ രാവിലെ തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.